ഒന്നാം നാൾ ഉല്ലാസയാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. രണ്ടു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു. വിനോദയാത്രയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. യാത്ര തന്നെ ഒരു വിനോദമാക്കുന്ന ചില ആൾക്കാരുണ്ട്. അക്കൂട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. മതരാഷ്ട്രീയ സംഘടനാ തർക്കങ്ങളുമായി യാത്രയുടെ മൂഡ് കളയുന്ന ചില ഉപദ്രവകാരികളുണ്ട്. അവരുടെ ശല്യമില്ലാതിരുന്നാൽ യാത്ര പൊതുവേ രസകരമാണ്. ചങ്കോളും കൂടി കൂടേണ്ടതുണ്ടെങ്കിൽ പിന്നെ ചൊങ്കാവുന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ലല്ലോ. ഇത്തരം യാത്രകൾ ധാരാളം അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുകയും ചെയ്യും. നിങ്ങൾ യാത്ര ചെയ്യുവിൻ എന്ന മതത്തിൻ്റെ പ്രോത്സാഹനം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പ്രോത്സാഹനമാണ്. അറാക്കിബു ഷെയ്ത്താനുൻ വറാക്കിബാനി ഷെയ്ത്താനാനി സലാസത്തു റക്കുബുൻ. തനിച്ച് യാത്ര ചെയ്യുന്നവൻ പിശാചിൻ്റെ സ്വാധീന വലയത്തിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. രണ്ടുപേര് കൂടിയാലും പിശാചി അവരെ സ്വാധീനിക്കാം. എന്നാൽ 3 പേരുണ്ടാകുമ്പോൾ അത് ഒരു യാത്രാ സംഘമാണ്. ഒരൊറ്റ യാത്ര മാത്രം മതി ഒരുപാട് നാൾ ഓർത്തു വയ്ക്കാനും സന്തോഷിക്കാനും. എപ്പോഴും സന്തോഷവാനായിരിക്കുക എന്നത് സാധ്യമുള്ള കാര്യമല്ല. മറ്റുള്ളവരുടെ യാത്രാനുഭവങ്ങൾ കേൾക്കുന്നതും സ്വന്തം അനുഭവങ്ങൾ പങ്കുവെക്കുന്നതുമൊക്കെ സന്തോഷം പകരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പോയ കാലത്ത് ഒട്ടനവധി നിരാശ സമ്മാനിച്ച യാത്രകൾ പലതുമുണ്ട്. നമ്മെ കൂടാതെ നമ്മുടെ കൂട്ടുകാർ നടത്തിയ യാത്രകൾ, എസ്കർഷൻ എന്ന ഓമന പേരിട്ട് സ്കൂളുകൾ നടത്തുന്ന വിനോദയാത്രകൾ, കുട്ടിക്കാലാനുഭവങ്ങളിൽ ഞാനടക്കമുള്ള പലരുടെയും നഷ്ട സൗഭാഗ്യങ്ങൾ, പണവും സന്മനസ്സുമുള്ള രക്ഷിതാക്കളുടെ മക്കൾ മാത്രം അനുഭവിച്ച സൗഭാഗ്യങ്ങൾ. അത്തരം വിഷമഘട്ടങ്ങളിൽ സാന്ത്വനങ്ങളോ ആശ്വാസവാക്കുകളോ പോലും ലഭിച്ചിരുന്നില്ല എന്നതാണ് സത്യം. നമ്മുടെ സന്തോഷങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം. നാട് വിട്ട് ദർസി ജീവിതം ആരംഭിച്ചപ്പോൾ ആദ്യ ഗുരു അബ്ദുൽ ബാരി സഖാഫി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ മലമ്പുഴ യാത്രയാണ് ജീവിതത്തിൽ ആദ്യത്തെ വിനോദയാത്ര. 1994 നടത്തിയ ആദ്യത്തെ തീർത്ഥാടന യാത്രയും അതുതന്നെയാണ്. 20ഓളം വരുന്ന ഉസ്താദ് കുട്ടികളുടെ ഭാഗ്യമായിരിക്കാം ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് തകരാറ് പറ്റി. ഒലവക്കോട് നിന്ന് കോഴിക്കോട് വരെ പിന്നീടുള്ള യാത്ര ട്രെയിനിലായിരുന്നു. ഞങ്ങളിൽ പലരുടെയും ജീവിതത്തിലെ ആദ്യത്തെ ട്രെയിൻ യാത്ര. സ്നേഹവിജയാശംസകളോടെ മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം.